anything for the first time without asking with your upline എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ബിസിനസ് കണക്ട് ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടോ? അങ്ങനെയുള്ള പേര് അറിയില്ല. ആ വ്യക്തിയുടെ പേര് എഴുതിയ ബുക്കിൽ അതിനെ കാണിക്കാനൊന്നുമില്ല. നിങ്ങളെ ബിസിനസ്സിന് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. പക്ഷെ നിങ്ങൾ നിരന്തരമായിട്ട് ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ചകളും താഴ്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടോ? ഉണ്ട്. അയാൾ പേര് ബുക്കൊന്നും ഇല്ലാണ്ട് വന്നേക്കുക. മാർക്കറ്റിലേക്ക് പോകണമെന്ന് ഇങ്ങോട്ട് കയറിയതാണ്. അതിപ്പോ വിടും. ആദ്യം നേരത്തെ പോകുന്നത് തിരുവനന്തപുരത്തിന് ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. വന്നത് ലേറ്റാണെങ്കിലും പോകണ്ടായിരുന്നു. അങ്ങനെ ഒരു കാണുന്നു സാറേ നേരത്തെ എനിക്കറിയാം തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന തൈര് വരുന്നത് വന്നത് 8 മണിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 7 മണിക്കാണ്. അപ്പൊ 9 മണി വിടാം. ഓക്കെ, നേരെ ഇവിടെ നിന്ന് പോയാൽ മതി. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകം വരുന്ന ഇച്ചിരി താമസമാണെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പോകണ്ടേ? ക്ലിയർ ആണോ? ഇരിക്കുന്ന മുള്ളിന്റെ മുന്നിൽ ഇരിക്കുന്ന ചിലരുണ്ടാവും. എൻജോയ് നടത്തി അങ്ങനെ ആണെങ്കിൽ ഇപ്പോഴേ അങ്ങനെ ഇറങ്ങിക്കോ. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വിടാം. ക്ലിയർ ആണോ? സഹകരിക്കണം. ക്ലിയർ? മുകളിൽ വരിക ചേർ കിടക്കുന്നു. ഒരു ഫോട്ടോ എടുത്താൽ പോലും അവിടെ ഇവിടെ 5-6 ഇരിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾ ആദ്യത്തെ തവണ ഒറ്റ പ്രാവശ്യം നേരെ കാര്യത്തിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ ഈ ബിസിനസ് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇഷ്ടമുണ്ടല്ലോ, അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യുക. ക്ലിയറാണോ? ഇത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇതുവരെ വ്യാപിച്ചു വന്ന മേഖലകളൊന്നും നമ്മൾ ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യില്ല. എനിക്ക് തോന്നിയാസം പോലെ ചെയ്യും. ക്ലിയറാണോ? ദയവ് ചെയ്ത് ഇവിടെ ചെയ്യാതില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമയവും എനർജി എഫർട്ടും എല്ലാം വേസ്റ്റ് ആകും. ക്ലിയറാണോ? കാരണം നമ്മൾ ആരും ചെയ്തിട്ടില്ലാത്തതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അനാലിസിസ് ഇൻഡസ്ട്രി. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എയറോനോട്ടിക്കൽ മേഖലയിൽ അധികൃതനായിരുന്നിരിക്കാം. ഒരുപാട് പേര് പ്രശസ്തി നേടിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നടക്കില്ല. ക്ലിയർ ആണോ? ഞാനും വിചാരിച്ചു വിമാനം പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതെങ്കിലും സിമ്പിൾ. ക്ലിയർ ആണോ? അല്ലേ? ഇവിടെ പഠിപ്പിക്കുന്ന പോലെ അനക്കാൻ പറ്റുന്നില്ല. പറക്കുന്നതൊക്കെ പിന്നല്ലേ? ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യവും ഞാൻ എന്റെ ഈഗോ എനിക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടോയില്ലേ? തിരുവനന്തപുരത്താർക്ക് അറിയിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാനായിട്ട് എനിക്ക് പോകേണ്ടതാ തിരിച്ച്. ഞാനായിട്ടൊന്നും പറയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞത്. അപ്പം ഈഗോ എന്ന് പറയുന്ന സാധനം തെറ്റൊന്നുമല്ല. ഈഗോ എന്ന് പറയുന്നത് നല്ലതാ. നിങ്ങളെല്ലാം നല്ല ഡ്രസ് ഇട്ടാണോ വന്നേക്കുന്നത്? അതുകൊണ്ടോ ഈഗോ? എനിക്ക് ആ ലുങ്കി കൊടുത്തിട്ട് നൈറ്റ് ഇട്ടിട്ട് വന്ന പോലെ ലുങ്കി നൈറ്റ് ഇടാതെ വന്നെന്തുകൊണ്ടാ? ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ അവരെന്നെ കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടണം. ശരിയാണല്ലേ? അത് വീട്ടിൽ നടക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നടക്കണം. അപ്പൊ അത് കൊടുക്കുന്നത് ഇങ്ങോട്ട് വരില്ല. അത് ഈഗോയാണ്. അത് വേണോ വേണ്ടേ? വേണം. ഒരു പെർഫ്യൂം എടുത്ത് ചിലപ്പോൾ അടിച്ചിട്ട് വരും. അതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു ബാഡ് ഓർഡർ ഉണ്ട്. പക്ഷെ അവിടെ ചിലപ്പോൾ അതൊരു ഈഗോയാണ്. പലപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതോ നല്ല ബ്രഷ് പോലും ചെയ്യുന്നത് പലരും അതുകൊണ്ടാണ്. കാരണം വായനാണെന്ന് മുഖം അടിച്ചു പോയാൽ എന്ത് ചെയ്യും മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് ഈഗോ ഇസ് നോട്ട് ബാഡ്. പക്ഷെ ഫോൾസ് ഈഗോ ഉണ്ട്. അതെന്താണ് ഫോൾസ് ഈഗോ? ഞാൻ നല്ലതാണ്, ബാക്കിയുള്ളവരൊന്നും ശരിയല്ല. അതാണ് ഫോൾസ് ഈഗോ. ക്ലിയർ ആണോ? രണ്ടാ. ദയവേത് ഇടയ്ക്ക് കൺഫ്യൂസ് ആയി പോകരുത്. ഈഗോ ഉണ്ടാകുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ഫോൾസ് ഈഗോ എന്നെ പറ്റി ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള മറ്റുള്ളവരൊന്നും പോലും എന്നെ പറ്റി മതിപ്പുണ്ടാവുന്ന ഒരു തെറ്റില്ല. യെസോർണോ? അവനവനെ പറ്റി മതിപ്പുണ്ടാവണോ വേണ്ടേ? അത് ഈഗോ. നല്ല ഈഗോ. അതേസമയം മറ്റുള്ളവരൊന്നും കൊള്ളില്ലെന്ന് തോന്നുന്നത് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അന്നേരം തൊട്ട് നിങ്ങൾ പടുകയത്തിലേക്ക് വീഴുന്നുണ്ടോ? ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ നല്ല പ്രായത്തിൽ വല്ലതൊക്കെ ചേർത്ത് മറ്റേ കാര്യം എൻ്റെ കാര്യം കുഴപ്പമില്ല. സ്റ്റുഡൻഷിപ്പിൽ നേരെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും എംപ്ലോയി സെൽഫ് എംപ്ലോയി ലെവലിലോ അല്ലെങ്കിൽ വീട്ടമ്മയായിട്ടോ കുറേ കാലം ജീവിച്ചിട്ട് ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൽ കുറേ അനുഭവങ്ങളുണ്ടല്ലേ? പ്രായത്തിൻ്റെതായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അത് ഇവിടെ വന്ന് പറയുന്നത് ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ ചിലപ്പോൾ നിങ്ങളെ സ്പോൺസർ ചെയ്ത് നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കും. ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തിയായിരിക്കും. നിങ്ങളെപ്പോലെ കാണാൻ സുഖനായിരിക്കണമെന്നില്ല. ആ സമയത്ത് അയാൾ പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. എനിക്കിതൊക്കെ അറിയാം. അങ്ങനെ 3 മാസം കളഞ്ഞവനാണ്. ഹലോ, കാരണം എന്നെ സ്പോൺസർ ചെയ്തൊരു സയന്റിസ്റ്റാണ്. എയറോനോട്ടിക്കലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത. ക്ലിയറാണോ? ഫ്ലാഷ്. അങ്ങനെ സയന്റിസ്റ്റ് ഇപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയറെ ഉണ്ടാക്കണ്ട. ആരുടെ നഷ്ടം വന്ന് ഒരു 3 മാസം എനിക്കങ്ങ് പോയി. ക്ലിയറാണോ? എങ്ങനെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വരുമാനം 3 മാസത്തേത് 348 രൂപ, 452 രൂപ, 500 രൂപയ്ക്ക് ക്രോസ് ചെയ്തു. ക്ലിയറാണോ? 4ാമത്തെ മാസം എന്നെ സ്പോൺസർ ചെയ്ത ഞാൻ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പോയാൽ ഇത് കൊണ്ടുവന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴേ പറഞ്ഞല്ലേ? ക്ലിയറാണോ? 4ാമത്തെ ദിവസം അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറായി. വലിയ ബുദ്ധിമുട്ടായിരുന്നു.
കാരണം കിരീടം അങ്ങോട്ട് എടുത്ത് മാറ്റാൻ ക്ലിയർ ആണോ? പക്ഷെ ഒരു മാസം മാറ്റി വെച്ചപ്പോൾ 72,000 ഉള്ളൂ. പകരം ഒറ്റ മാസം കൊണ്ട് 500 ഒരിക്കലും ക്രോസ് ചെയ്തിരുന്നില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. പക്ഷേ ഏപ്രിലിൽ കമ്മീഷൻ കിട്ടിയത് 72,500 ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചെന്ന് മനസ്സിലായോ? കമ്പനി സെയിം, പ്രൊഡക്റ്റ് സെയിം, ബിസിനസ് സിസ്റ്റവും സെയിം. ആകെ ഒരു വ്യത്യാസം എവിടെ വന്ന എനിക്ക് മാറ്റം വന്നു. എന്ത് മനസ്സിലായി? ആർക്കെങ്കിലും വിധേയത്വം കൽപ്പിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? അല്ലേ? നമുക്കില്ലാത്ത എന്താ അങ്ങനെ വന്നാലും അല്ല, വരുമാനം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ്, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം, നിങ്ങളൊന്നും പറയണ്ട എന്നുള്ള രീതിക്ക്. അതുകൊണ്ട് തന്നെ anything and everything when you do for the first time you have to check with your applier. എല്ലാ ദിവസവും വിളിച്ചു നോക്കിയല്ലോ, ഇന്നലെ ഞാൻ ചെയ്ത് ഇന്നും ചെയ്യണോ? ആദ്യത്തെ പ്രാവശ്യം ചെയ്താൽ മതി. ക്ലിയർ ആണോ? അല്ലേ? ഏറ്റവും ക്ലിയർ ആണെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇനിയും ഉദാഹരണങ്ങൾ കൊണ്ട് തരാം. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്പോൺസർ ചെയ്തു. അത് വളരെ ചെറുപ്പക്കാരാണ്, ഡൈനാമിക് ആണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ബിസിനസ് എങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കൊടുത്തു. അവരതൊക്കെ തലവലിക്ക് കേട്ടതിന് ശേഷം 2 ദിവസത്തേക്ക് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ രീതിയിൽ ചെയ്യാൻ നോക്കിയാൽ ഞാൻ കേബിൾ TV ഓപ്പറേറ്റർ ആയിരുന്നു. അവൻ പറഞ്ഞു ഇതൊക്കെ വൃത്തിയുടെ പഴഞ്ഞ ഐഡിയ ആണെങ്കിൽ ബോർഡ് എടുത്ത് ഒരു പ്ലാൻ കാണിക്കുക, ആളുകളെ വിളിച്ചു വയ്ക്കുക. ഇതിൻ്റെ ആവശ്യമില്ല. കേബിളിൽ കൂടെ അടിപൊളി ഇങ്ങനെ സ്ക്രോളിൽ കയറ്റി വിടുക. ഏത് എന്റെ കയ്യിൽ ഒരു അവസരമുണ്ട്, നിങ്ങൾ ഇവിടെ വന്നാൽ മതി, ഞാൻ ശരിയാ 2 ദിവസം നേരിൽ നമ്മൾ ഒറ്റ കുഞ്ഞു പിടിച്ചു. അതോടെ ഈ ബിസിനസ് നടക്കില്ലാണോ? ക്ലിയർ ആണോ? ഹലോ? എന്തുകൊണ്ടാൽ അവൻ ആധുനികമായി ചിന്തിക്കുന്നവനാണ്, ടെക്നോളജി നന്നായിട്ട് അറിയാവുന്നവനാണ്. എന്നെ കൊണ്ട് എടുത്തിൻ്റെ അടുത്ത് കേൾക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഞാൻ 3 മാസം കളഞ്ഞുള്ളെങ്കിൽ അവൻ കുറേ കാലം കളഞ്ഞിട്ട് ബിസിനസ് ഇല്ല. ഹലോ? ക്ലിയർ ആണോ? അപ്പൊ ചില കാര്യങ്ങൾ ചിലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്താണെന്ന് വിജയിച്ച വ്യക്തികൾ പറയുന്നത് കേൾക്കാൻ ഈ സാധനങ്ങൾ ഓടിച്ചു കാണും. വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അനുഭവിക്കും. ക്ലിയർ ആണോ? So anything when you do it for the first time you have to check with your airplane. ഒരു 150 അപ്ലൈനുള്ള കഴിക്കുന്ന ബുദ്ധിമുട്ട്. അതിൽ ഏത് ആഴ്ച മാറ്റുന്നത് കേട്ടോ, അവിടെ ശരിയാവില്ല. അടുത്ത ആഴ്ച ഞാൻ തന്നോണി എടുത്ത് പോകുള്ളൂ, പിന്നെ ത്രേസർ എടുത്ത് പോകും. എന്തുകൊണ്ടാണ്? ആരുടെ ചെന്നാൽ ഒറ്റ കാര്യം പ്ലാൻ കാണിക്കും, അത് എനിക്കോട്ട് പറ്റുകയും. അപ്പൊ ഞാൻ എന്നും അപ്ലൈനെ മാറ്റിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ഒറ്റ അപ്ലൈനിലേക്ക് കണക്ട് ചെയ്യുക. അയാൾ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ അവൾ പറയുന്നത് എന്താണോ അത് കേൾക്കാൻ തയ്യാറാവും. റെഡിയാണോ? Are you ready? Yes. അതാണ് കാർഡിനൽ റൂൾ. ആദ്യത്തെ never ever do anything for the first time without checking with your actually doing apply. ക്ലിയർ ആണോ? Yes. രണ്ടാമത്തേത് ഇത് നെവർ ആണ്. ഈ 3 എണ്ണം നെവർ ആണ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്തേക്കരുത്. ഞാൻ UCD ആയി, ഞാൻ മറ്റേതായി മറ്റേതായി എന്ന് പറഞ്ഞിട്ട് ചിലർ ഇവിടെ സിൽവർ ആകുമ്പോൾ തന്നെ വേണം തുള്ളാൻ പോകും. ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാം ക്ലിയർ ആയി. ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും. അങ്ങോട്ട് പതനാണ്. ക്ലിയർ ആണോ? അടുത്ത നെവർ മെസ് അപ്പ് വിത്ത് സംബഡീസ് മണി, ഈഗോ ആൻഡ് ഫാമിലി. നെവർ മെസ് അപ്പ് വിത്ത് സംബഡീസ് ഫാമിലി, ഈഗോ ആൻഡ് മണി. മറ്റുള്ളവരുടെ 3 സാധനങ്ങളുമായിട്ട് നമ്മൾ കിടന്ന് മെഡലപ്പ് ചെയ്യരുത്. എന്തൊക്കെ സാധനങ്ങളാണ്? അവരുടെ ഫാമിലി, ഈഗോ ആൻഡ് മണി. ക്ലിയർ ആണോ? എന്താ അങ്ങനെ? ഉദാഹരണത്തിന് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തൊന്നും ഇല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു വന്നപ്പോൾ ഞാനും അമീതും അല്ലെ ഞങ്ങളെല്ലാം കൂടി ബസ്സിനകത്ത് ഒരുമിച്ച് വന്നു. ക്ലിയർ ആണല്ലോ? ബസ് ഒരു ഡ്രൈവറെ ഓടിച്ചത്. പക്ഷേ ബസ്സിന് പൈസ ഹയർ ചെയ്തിട്ടുണ്ടോ? അല്ലേ? ഹലോ? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു വണ്ടി ഹയർ ചെയ്തിട്ടായിരിക്കില്ല പോകുന്നത്. വരാൻ പോകുന്നുണ്ടല്ലോ, ഇറക്കിയാണ് FRU വരുന്നുണ്ട്, പിന്നെ വരുന്നുണ്ട് അവാർഡ് ഫംഗ്ഷൻ. ഇതിനൊക്കെ നമ്മൾ ടീമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യില്ലേ? ചെയ്യൂല്ലേ? ചെയ്യുമ്പോൾ ആരെങ്കിലും വണ്ടി ഹയർ ചെയ്യുമല്ലോ. അത് നിങ്ങൾ അപ്ലൈനായിരിക്കും മിക്കവാറും ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഉത്തരവാദിത്വം എന്താ? കൃത്യസമയത്ത് വരിക, കയറിയിരിക്കുക, പോവുക, രാത്രി ഇറക്കി വിടുമ്പോൾ ഹായ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകുക അല്ലേ? ആണല്ലേ? കാരണം അപ്ലൈനല്ലേ ചെയ്തേക്കുന്നത്. ഹലോ? എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ചെയ്യുന്നതേ പറയാവൂ. വളരെ വാല് അടിച്ചിട്ട് പോകരുത്. ഇത് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്നും കൂടെ പറയാം. ആ വണ്ടി ഹയർ ചെയ്തതിന് ചാർജ് ഉണ്ടാവുമോ? പെർ സീറ്റ് ഒരു ചാർജ് ഉണ്ടാവില്ലേ? അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? അല്ലേ? ആണ്. അതിന് പകരം അപ്ലൈൻ ഇഷ്ടമായി പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അപ്ലൈൻ ഉണ്ടാക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണല്ലോ. ഞാൻ പണിയുന്നതിന്റെ പൈസയാണല്ലോ അപ്ലൈൻ ഇൻകം. അപ്പൊ അപ്ലൈൻ കൊടുത്തോട്ടെ. എസ്സോർണോ? നിങ്ങൾ എന്തെങ്കിലും അപ്ലൈൻ ആവുമോ? ഇനി ആക്കാനായാലും ഞാൻ ആവില്ല, കാരണം ആയ എന്തെങ്കിലും പൈസ പോകും. എസ്സോർണോ? ജ്യോതിഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോടുണ്ട് അല്ലേ? കാണാത്തറിയുന്നുണ്ടോ? ജ്യോതിഷ് കുമാറിനെ കാണാത്തറിയാം. ഇദ്ദേഹം വിളിച്ചു ജ്യോതിഷ് കുമാറിനെ കാണാത്തറിയുന്നുണ്ടോ? ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാവരുടെ അപ്ലൈൻ അദ്ദേഹം. ഹലോ?
ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ടിട്ടേക്കോ പത്മാക്കപ്പയുടെ മുമ്പിൽ. നമ്മളെല്ലാം പിള്ളേരുടെ ഓൺലൈൻ അല്ലേ ആണെന്നല്ലോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എറണാകുളത്തേക്കാണ് വണ്ടി പോകുന്നത്. നമുക്കെല്ലാം കയറിയിരിക്കുക അല്ലേ, പോവാം. എന്നാൽ തിരിച്ചിവിടെ കൊണ്ടു വിടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് വേണം കയറാൻ. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്, ജ്യോതിഷ് കുമാറിന്റെ ബിസിനസ് അല്ല. ജ്യോതിഷ് കുമാർ ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? ഇന്നലെ ഞാൻ പുള്ളി അവിടെ ഒരു ക്യാമ്പിലായിരുന്നു. ഇന്ന് പറ്റിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? അല്ലേ, ഞാൻ ഇവിടെ സെഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ആലോചിച്ചാൽ പോലെ. അദ്ദേഹത്തിന്റെ ടീമാണ് ഇത് മുഴുവൻ, എന്റെ ടീമല്ല മുഴുവൻ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ബെനിഫിറ്റ് എടുക്കുന്ന ഏക വ്യക്തിയുടെ പേര് ജ്യോതിഷ് കുമാർ. എന്നാ പിന്നെ അങ്ങനെ ചെയ്താൽ പോലെ. നമുക്ക് ഇതിനകത്ത് ഇത് കൊണ്ടുപോകാൻ മേടിക്കുന്നുണ്ടോ? ഈ ഓളം പൈസ എല്ലാവരും മേടിക്കുന്നുണ്ടോ? ഇത് ഫ്രീയാണോ? നേരത്തെ ഉണ്ടാക്കിയിട്ട് പൈസ കുറച്ചുണ്ട്. അത് കുട്ടടിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പൈസ വെക്കാതെ ചെയ്യരുത്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു പൈസ കൊടുക്കും. എന്തിനാണെന്നറിയോ? ഞാൻ ഈ അറ്റൻഡ് ചെയ്തതിന് വാല്യൂ. ഇത് ഞാൻ ഫ്രീ ആയിട്ട് വന്ന് യാത്ര ചെയ്ത് വന്നു. ഞാൻ എനിക്ക് ജ്യോതിഷായിട്ട് പൈസ തരില്ല കേട്ടോ. ഹലോ, ഇനിയിപ്പോ അതുപോലെ തന്നെ പത്മാക്കയുടെ പൈസ ഒന്നും കയറില്ല. എന്റെ കയ്യിലെ പൈസ കൊടുത്ത പത്മാക്കയുടെ ഒന്ന് പുറപ്പെട്ടു കൊടുക്കണം. ക്ലിയർ ആണോ? അല്ലേ? ഹലോ, ഇന്ന് നിങ്ങളിവിടെ പോകുമ്പോഴത്തേക്ക് ചായ കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് കൂടെ പറഞ്ഞേക്കണം. ക്ലിയർ ആണോ? അങ്ങനത്തെ ചില സ്വഭാവമൊക്കെ ഉണ്ടോ നമുക്ക്? കാരണം എവിടെ പോയാലും എന്തും ഫ്രീ ആയിട്ട് കിട്ടിയൊരു പരിചയമുണ്ട്. ഇവിടെ വരുമ്പോൾ നത്തിങ് ഫ്രീ. ക്ലിയർ ആണോ? There is no free lunch in this business. There is no free lunch. അപ്ലൈൻ്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, എവിടെയെങ്കിലും വണ്ടി നിർത്തുന്നു, ചായ കുടിക്കാൻ കയറുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു. നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കണം? മാന്യമായിട്ട് കഴിച്ച സമയത്ത് എത്തുന്നുള്ളൂ അല്ലേ? ഹലോ, പിന്നെ കൈ കഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം അപ്ലൈൻ കൊടുക്കുന്നവരെ നമ്മൾ കൈ കഴുകിക്കൊണ്ടിരിക്കണ്ടേ? യെസ് ഓർ നോ? അപ്ലൈൻ കൊടുത്തോട്ടെ, എല്ലാം കൊടുത്തോട്ടെ, ലാസ്റ്റ് യാത്ര കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എത്രയാണ് കോൺട്രിബ്യൂഷൻ ചോദിക്കുക? ഒരു പക്ഷേ അദ്ദേഹം ഡീസലിന്റെ പൈസ ചിലപ്പോൾ മേടിച്ചില്ലാന്ന് വരും, അല്ല ഡീസലിന്റെ പൈസ കൂടി പറഞ്ഞു വരെയും കൊടുക്കണോ? കൊടുക്കൂല്ലേ? കൊടുക്കണോ വേണ്ടേ? അനീതിയാന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. അപ്ലൈൻ അല്ലേ, അപ്ലൈന്റെ ബിസിനസിന് വേണ്ടിയല്ലേ ഞാൻ കൊച്ചി വരെ പോയത്. നിങ്ങൾ അല്ലെങ്കിലും ഫുഡ് കഴിക്കും, യെസ് ഓർ നോ? വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലോ അത് അപ്ലൈന്റെ ചെലവിലാവരുത്. ക്ലിയർ ആണോ? നിങ്ങളൊരിക്കലും അപ്ലൈൻ ആവുമോ? അതോ ഈ കയ്യിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആവില്ല. കാരണം പൈസ കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ നല്ല എന്നും ഡൗൺലൈനായിട്ട് ഇരിക്കുന്ന ആവില്ല. അപ്ലൈൻ ആയിപ്പോയാൽ പൈസ കൊടുക്കണം. എന്ത് പറയുന്നു? ശരിയാണോ? അല്ലേ? അതുകൊണ്ടാണ് നെവർ എവർ മെസ് അപ്പ് വിത്ത് സംബഡീസ് മണി, സംബഡീസ് ഈഗോ. ഈഗോ എന്ന് പറയാൻ കാര്യം എന്താണ്? നിങ്ങൾ ചിലപ്പോൾ സ്പോൺസർ ചെയ്തത് പോലീസ് ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ആയിരിക്കും. സ്പോൺസർ ചെയ്ത വ്യക്തി 10ാം ക്ലാസ് പാസ്സല്ല. ക്ലിയർ ആണോ? ആ സമയത്ത് രണ്ടുപേരുടെയും മൈൻഡിൽ മനസ്സിലാവേണ്ടത് അദ്ദേഹം അപ്ലൈൻ ആയത് എന്നെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ്, ഡൗൺലൈൻ ആയിരിക്കുന്നത് ആരാണെന്നുള്ളതല്ല, അയാളെ കെയർ ചെയ്യാന്നുള്ളതിന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാവണം. ക്ലിയർ ആണോ? അതേസമയം വളരെ പറയുകയാണ് ഞാനിപ്പം ഗോൾഡ് ഡയറക്ടറാണ്, ഞാൻ ഹെഡ് മാസ്റ്റർ എന്നുള്ളത് എന്ത് കാര്യം? ക്ലിയർ ആണോ? അല്ലേ? അവിടെ തൊട്ടാണ് കണ്ടന്റ് ഈഗോ. പോലീസ് ഓഫീസറെ കൊണ്ടുവന്നിട്ട് പറയുകയാണ് എന്ത് കഥ, പോലീസൊന്നും കുറയില്ല, ഡോക്ടർമാരെ എടുത്തിട്ട് MBBS MD ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഗ്ലൂക്കോസോമിനും കാൽഷ്യം കൊളാജിനും. ക്ലിയർ ആണോ? അല്ലേ? എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കുറച്ച് അറിവ് കിട്ടും. പിന്നെ ഞാനാണ് എല്ലാം പറഞ്ഞിങ്ങനെ നടത്താം. നാട്ടിൽ ആർക്കൊക്കെ രോഗമുണ്ട് അതൊക്കെ ഞാനിങ്ങനെ ചികിത്സിക്കും. ക്ലിയർ ആണോ? അല്ലേ? ഹലോ, ഡെയിലി നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ക്ലിയർ ആണോ? നിങ്ങളുടെ ടീമിനകത്ത് ഒരു ഡോക്ടർ വന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വന്നു, അതിന് ബി താങ്ക്ഫുൾ. ദയവ് ചെയ്ത് അവരെ മുമ്പിൽ എത്തിക്കൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗ് വീശിയത്. വിദ്യാഭ്യാസത്തിലൊന്നും ഒരു കഥയില്ല. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇവിടെ UCD ഡയലോഗ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിന് UCD ആവാമെന്നുള്ള സത്യം എന്ന് പറഞ്ഞാൽ പഠിച്ചു പോയത് വെറുതെ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കരുത്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈഗോ എടുത്തിട്ട് കളിക്കരുത്. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ബലൂൺ. വെറുതെ അതേ കൊണ്ട് പൊട്ടിക്കാൻ പോകും. അതവിടെ നോട്ടെ. എല്ലാ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള ഈഗോ ഉണ്ടാവും. നിങ്ങളതൊന്നും പൊട്ടിക്കാൻ പറയണം. ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ടീമിനെ തന്നെ നയിച്ചു കളയും. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ബിസിനസ് നിർത്തിയത്. കമ്പനി നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്, ടീം നല്ലതാണ്, എല്ലാം പറഞ്ഞു, പക്ഷേ വൃത്തിയായിട്ട് അപ്ലൈ. കാരണം അനാവശ്യത്തിനുള്ള ഡയലോഗുകൾ വീശുക. ആരും നിങ്ങളോടൊന്നും പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഗ്യാരണ്ടി ആയിട്ട് എടുക്കരുത് കേട്ടോ. ക്ലിയർ ആണോ? സോ ഈഗോ വെച്ചുള്ള കളികൾ ആർക്കും വേണ്ട. പൈസ എടുത്തിട്ട് കളിക്കരുത്. മൂന്നാമത്തേത് ഫാമിലി. ഇതിനകത്ത് ചിലപ്പോൾ ലേഡീസ് ഒറ്റയ്ക്ക് വരും, വന്നിട്ടുമുണ്ട്, വരാറുണ്ട്. നമ്മളിവിടെ 5000 പേര് 50,000 പേരെ വെച്ച് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് രാജ്യം. അവിടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മൾ പ്രോഗ്രാം നടത്തുന്നുണ്ട്. 45 മിനിറ്റ് കൊണ്ട് ആളുകൾ കയറുകയും 45 മിനിറ്റ് കൊണ്ട് ഇത്രയും പേര് പുറത്തിറങ്ങി പോവുകയും ചെയ്യും. അതിനിടയിൽ 4 മണിക്കൂർ പ്രോഗ്രാമും നടത്തിയിട്ടുണ്ട്. ആരാണ് തോണ്ടോ പിടിക്കോ പിച്ചോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ലിയർ ആണോ? ഹലോ, അതേസമയം 50
50 പേര് പോകുന്ന ഒരു അമ്പലത്തിലാണെങ്കിൽ ആരുടെയൊക്കെ എവിടെയൊക്കെ പോകുന്നുള്ളത് കണ്ടത് ഏതാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ബിസിനസ് വളരാൻ, അല്ലെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉദ്ദേശം നടത്തിയിട്ട് പോകും. ക്ലിയർ ആണോ? വേറെ വല്ല ഉദ്ദേശത്തിനോട് വരികയാണെങ്കിൽ അത് നടത്താം, പക്ഷേ ഈ ബിസിനസ് കാണത്തില്ല. ബിസിനസ്സാണ് ചെയ്യാൻ വന്നെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ, വെരി റെസ്പെക്ട്ഫുൾ വിത്ത് ലേഡീസ്. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത് ഭർത്താവിനോ അച്ഛനോ കുട്ടികളെ പറഞ്ഞു വിടുന്നതിനോ ഒന്നും യാതൊരു പ്രയാസവും ഇല്ല. ഏത് പാതിരാത്രി കൊണ്ട് ഇറക്കി വിടുന്നതാണ്. നമ്മൾ രാത്രി വന്ന ബസ്സിനകത്ത് പല സ്ഥലങ്ങളിലും ലേഡീസിനെ ഇറക്കി റെസ്പോൺസിബിൾ പൊസിഷൻ. ക്ലിയർ ആണോ? സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ വല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഇതിനകത്ത് വന്നതെന്നുണ്ടെങ്കിൽ അധികം നാൾ ഉണ്ടാവില്ല, കുറച്ചാൾ ആ ഉദ്ദേശത്തിന് വേണ്ടി നടക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞാൽ പോയിക്കോളൂ. ചിലരൊക്കെ ഈ ബിസിനസ് വന്നിട്ട് നിൽക്കാത്ത എന്താണെന്ന് മനസ്സിലായോ? ചിലർ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായോ? ചിലതുങ്ങളൊക്കെ വന്ന് അധികം നാൾ ഉണ്ടാവരുത്, കാരണം അവർ വന്ന ഉദ്ദേശം തന്നെ അവർ പറയുന്ന കംപ്ലൈന്റ് പറയായിരിക്കും. പക്ഷേ അതുകൊണ്ട് നെവർ എവർ മെസ് അപ്പ് വിത്ത് സംബഡീസ് മണി, ഈഗോ ആൻഡ് ഫാമിലി. ഓക്കെ, ആദ്യം നെവർ എവർ ഡു എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിതൗട്ട് ചെക്കിംഗ് യുവർ അപ്ലൈൻ. ആദ്യം അപ്ലൈനോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യും. എത്ര പ്രാവശ്യം ചോദിച്ചാൽ മതി. ചോദിച്ച് ക്ലിയർ ആണെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, ചെയ്യണമെന്നാൽ ചെയ്യരുത്. രാജേഷ് ചോദിച്ചപ്പോൾ ചെയ്യാൻ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. രാജേഷിന്റെ തങ്കയ്ക്ക് വലിയ ഇഷ്ടമായി. രാജേഷിന്റെ സ്ട്രക്ചറും രാജേഷിന്റെ ബിസിനസ്സും അല്ല തങ്കമണിയുടെ. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ഈ പലപ്പോഴും ക്രോസ് ലൈൻ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. എന്നോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ, നിന്നോട് പറഞ്ഞോടി. ഉണ്ടോ? കഴിഞ്ഞു. രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ സ്ക്രാച്ച് യുവർ ബാക്ക്. രണ്ടും കൂടെ മാറുള്ളൂ, കുറച്ചൊക്കെ കാണുന്നു. ക്ലിയർ ആണോ? നെവർ എവർ. അത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചിലരോട് ചിലത് പറയും, ചിലരോട് ചിലതാണെന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ, നെവർ ഡു. മൂന്നാമത്തേത് ഏറ്റവും ആത്യന്തികമായിട്ടുള്ളതാണ്